പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അദ്ദേഹമാണ് സ്ഥലം മേടിക്കുന്നതിനുള്ള പണം തന്നത്. അതിനുശേഷം നമ്മൾ പുനർജനി പദ്ധതിയിൽപ്പെടുത്തി വീട് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ കോസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ഖത്തറിലെ അദ്ദേഹത്തിന് പിതാവ് കൂടിയായ സി അസമുദ്ദീൻ സാഹിബ് അദ്ദേഹം വീട് നിർമ്മിക്കാനുള്ള പണം തന്നു. ഇന്നിപ്പോൾ നമുക്ക് ആ കുടുംബത്തിന് സ്വന്തമായ ഒരു സ്ഥലവും സ്വന്തമായി വീടും നിർമ്മിച്ചു കൊടുക്കാൻ കഴിയും. മുനിസിപ്പൽ ചെയർമാൻ ഇടപെട്ട് അവർക്ക് താലൂക്ക് ആശുപത്രിയിൽ തന്നെ ഒരു ജോലിയും താൽക്കാലികമായിട്ടുള്ളൊരു ജോലിയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കുട്ടികളുടെ പഠിത്തത്തിനും മറ്റാവശ്യത്തിനുമുള്ള എല്ലാ കാര്യങ്ങളും ഈ നാടിൻ്റെ പൂർണ്ണമായ സംരക്ഷണം ഉണ്ടാവും. അവരെ ഞങ്ങളുടെ മക്കളെ പോലെ ഞങ്ങൾ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകും. ഒരു നാടിൻ്റെ നന്മ കൂടിയാണ് ഈ കാര്യത്തിലുണ്ടാകുന്നത്. ഇത് അവരുടെ ഒരു ദൈന്യമായ ഒരു അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധയിൽപ്പെടുത്തിയ മാധ്യമപ്രവർത്തകരോടും കൂടി ഞാൻ പ്രത്യേകമായ നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും ഇതറിഞ്ഞ പിന്നെ ഇത് ഈ സംഭവം പിന്നെ എൻ്റെ കുടുംബത്തിനൊപ്പം ഒരു അംഗത്തെ പോലെയാണ് സാർ നിന്നത്. അവിടെ വന്ന് ഓടി ആ പറഞ്ഞ സമയത്തിൽ ഓടി വന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എനിക്കും എൻ്റെ പിള്ളേർക്കും ഞങ്ങൾ ഇപ്പോൾ 2 വർഷമായി ഇവിടെ നിൽക്കാൻ വാടകക്കാണ് നിന്നിട്ടുള്ളത്. വാടകയ്ക്ക് നിന്നിരുന്നതും എൻ്റെ ഹസ്ബൻഡ് മരം വെട്ടി ഇറങ്ങിയിരുന്നതും പിള്ളേർ കൊടുത്തിട്ട് മാത്രമാണ്. ഈ കുടുംബം വേണം, സ്വന്തമായിട്ടൊരു കുടുംബം വേണമെന്ന് പറഞ്ഞിട്ട് മാത്രമാണ് ഈ പണിക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നത്. ആ പണിയുടെ ഇടയിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ MLA സാറ് വന്ന് വീട്ടിൽ വന്ന് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്കും ചേർത്ത് കിടക്കാനായിട്ടൊരു സ്വന്തമായിട്ടൊരു വീട് വെച്ച് തരാമെന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് മുന്നോട്ട് സാറ് എല്ലാ ഇതിനും സഹായം ചെയ്തു തന്നെ ഞങ്ങൾക്ക്. അത് സാറ് പറഞ്ഞിട്ട് സാറിൻ്റെ കൂടെ നിന്ന് പാർട്ടിക്കാരെല്ലാവരും ഞങ്ങളുടെ ഈ നിമിഷം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. വാടകയ്ക്ക് വീടെടുത്ത് നല്ലൊരു വീടെടുത്ത് തരികയും അതിന് വേണ്ട എല്ലാ സഹായവും പാർട്ടിക്കാരൊക്കെ കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തത്. ഇതുവരെയായിട്ടും ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പം എനിക്കൊരു ജോലി ഉണ്ട്. ഇനി പിള്ളേരുടെ കാര്യത്തിന് സാറ് പറഞ്ഞിട്ടുണ്ട് ഇനി മുന്നോട്ട് എല്ലാവർക്കും കൂടെ നിന്നോളാന്ന് പറഞ്ഞിട്ടുണ്ട്. സാറിനോട് എന്തായാലും എനിക്ക് നല്ലൊരു കടപ്പാടുണ്ട്. എൻ്റെ പിള്ളേർക്കും സന്തോഷമാണോ സങ്കടമാണോന്ന് അറിയത്തില്ല. അതായത് സാറിനോട് നന്ദി അറിയാം. ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥനെ കഴിഞ്ഞ ദിവസം വിജിലൻസ് ഒരു കേസിൽ 1-ാം പ്രതി വെക്കിയിട്ടുണ്ട്. അതായത് ED ഉദ്യോഗസ്ഥരെ കൈക്കൂലി കേസിൽ പിടികൂടുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. എങ്ങനെയാണ് VD ഇതിനെ കാണുന്നത്? ശരിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രവർത്തിക്കേണ്ടത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ചിട്ടാണ്. അതായത് സ്രോതസ്സില്ലാത്ത പണം കൈക്കൂലി വാങ്ങിച്ചും അഴിമതി നടത്തിയും ഒക്കെ ഉണ്ടാക്കുന്ന പണത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തേണ്ട ഏറ്റവും സുപ്രധാനമായ ഏജൻസിയാണ്. പക്ഷെ അവർ കുറേ നാളുകളായി ചെയ്യുന്നത് രാഷ്ട്രീയ കേസുകൾ മാത്രമാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രതിയോഗികളെ കേസിൽപ്പെടുത്തി അവരെ പീഡിപ്പിക്കാനും അവരെ രാഷ്ട്രീയമായി തേജോവധം ചെയ്യാനുള്ള ഒരു ഏജൻസി ആയിട്ടാണ് അവരുപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ 1% കേസ് പോലും തെളിയിക്കപ്പെടാറില്ല. കാരണം അവരുടെ ഉദ്ദേശം നടക്കും. ഒരാളെ അപകീർത്തിപ്പെടും, ഒരാളെ അപമാനിക്കാം, അഴിമതിക്കാരനായി ചിത്രീകരിക്കാം. ഇപ്പോൾ വേലി തന്നെ വിളവ് തിന്നുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ED തന്നെ ഒരുപാട് പേർക്ക് നോട്ടീസ് അയച്ച് അവരെ ഏജന്റുമാർ മുഖേന ഇടനിലക്കാർ മുഖേന ബന്ധപ്പെട്ട് വലിയ കോടിക്കണക്കിന് രൂപ കൊടുത്ത് കേസുകളെല്ലാം സെറ്റിൽ ചെയ്യാണ്. അപ്പോൾ എന്തിനാണ് ED? രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലായ്മ ചെയ്യാനും അവരെ ബുദ്ധിമുട്ടിക്കാനും വേണ്ടി മാത്രമുള്ള